അമ്മേ അതാ ഇതെന്താ പ്രോഗ്രസ് റിപ്പോർട്ട് ആണല്ലോ. അടിപൊളി, എക്സലന്റ്, നല്ല മാർക്ക്. കൺഗ്രാറ്റുലേഷൻസ് മോളെ. ഇതാണോ പ്രമീല നേരത്തെ പറഞ്ഞ വിഷമത്തില് മോള് നേരെ പഠിക്കുന്നില്ല, പഠിത്തത്തിന് ശ്രദ്ധയില്ല? രാജി അങ്ങനെ തന്നെ ആയിരുന്നു. ഫുൾ ടൈം ഉറക്കം, ഒന്നിനൊരു ശ്രദ്ധയിൽ എപ്പോഴും ക്ഷീണം. ടീച്ചർമാർക്കൊക്കെ വലിയ പരാതിയായിരുന്നു. പിന്നെ എങ്ങനെ മാറിക്കിട്ടി? ഷാജിക്കറിയില്ലേ നമ്മുടെ ഡോക്ടർ ഷീജ മാധവൻ അറിയാലേ? അപ്പൊ എനിക്ക് അതുപോലെ തന്നെ ഈ മുടി കൊഴിച്ചിലും മൂഡ് സ്വിങ്സും ഒക്കെ വരുമായിരുന്നു. അപ്പൊ ഡോക്ടർ ഷീജ പറഞ്ഞു തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കിംസ് ഹെൽത്തിലെ തൈറോയ്ഡ് ക്ലിനിക്കിൽ മോളെ കാണിച്ചു. അതിനുശേഷമാണ് ഈ നല്ല തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ് കാരണം രക്തത്തിൽ ഹോർമോണിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ഇത് നവജാത ശിശുക്കളിൽ തുടങ്ങി ഏത് പ്രായത്തിലുള്ളവരെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുട്ടികളിൽ സാധാരണയായി കാണുന്ന ലക്ഷണം അമിതമായിട്ടുള്ള ഉറക്കം, ക്ഷീണം, ഉന്മേഷക്കുറവ്, കോൺസ്റ്റിപ്പേഷൻ, ചെറിയ കുട്ടികൾ പൊക്കം വയ്ക്കാതിരിക്കുന്നത്, ശരീരഭാരം കൂടുന്നത്, മുതിർന്ന പെൺകുട്ടികൾക്ക് ആർത്തവം ക്രമം തെറ്റി വരുന്നത്, ഇതൊക്കെയാണ് സാധാരണ കാണുന്ന ലക്ഷണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോയിഡ് ടാബ്ലറ്റ് കൃത്യമായിട്ടുള്ള അളവിൽ മുടങ്ങാതെ എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ ഹോർമോണിന്റെ അളവ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവുമാണ്. It's not you, it's your thyroid.